അതിജീവിത. രചന ലക്ഷ്മി രതീഷ്. കോടതിയിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ ഇറങ്ങി വന്ന അവനെ സ്വീകരിക്കാൻ കാത്തുനിന്നവർ അനേകമായിരുന്നു. ഒരു പാവം പെണ്ണിനെ ക്രൂരമായി പീഡിച്ചവന് നൽകുന്ന സ്വീകരണം, അവന്റെ കൂടെ നിൽക്കുന്നതിന്റെ ഒരു അംശം ആളുപോലും ഇര എന്ന് വിശേഷിപ്പിച്ച് മാധ്യമങ്ങൾ കൊത്തിപ്പറിച്ച് അവളുടെ കൂടെയില്ല. അച്ഛന്റെ നെഞ്ചോട് ചേർന്ന് മുഖം മറച്ച് അവൾ കോടതി വരാന്തയിലൂടെ നടന്നു നീങ്ങി. കേസിന്റെ വിധി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. പണത്തിന്റെ സ്വാധീനം കൊണ്ട് അവൻ രക്ഷപ്പെടുമെന്നറിയാം. എങ്കിലും തന്റെ മകൾക്ക് സംഭവിച്ചു മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കാൻ പാടില്ല എന്ന് അച്ഛൻ ചിന്തിച്ചു. അന്ന് അവൾക്ക് ഉറങ്ങാനായില്ല. അമ്മയില്ലാതെ തന്നെ ഒരു കാക്കക്കും പരുന്തിനും കൊടുക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വളർത്തിയ അച്ഛൻ്റെ മുഖം അവളുടെ ഉള്ളു പൊള്ളിച്ചു. എത്ര കഷ്ടപ്പെട്ടും മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. +2 നല്ല മാർക്കോടെ പാസ്സായി. തുടർന്ന് പഠിപ്പിക്കാൻ ഒരു വസതിയുമില്ല. മകളെ ഡോക്ടറാക്കണമെന്ന അച്ഛൻ്റെ ആഗ്രഹം നടക്കില്ലെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ അധികം ആ മോഹം നെഞ്ചിലേറ്റിയിരുന്നില്ല. ഒരു ദിവസം ജോലിക്ക് പോയ അച്ഛൻ കുഴഞ്ഞു വീണു എന്ന വാർത്തയാണ് അവളെ തേടി എത്തിയത്. അറ്റാക്കായിരുന്നു. അച്ഛന് ലോഡിംഗ് ആയിരുന്നു ജോലി. പിന്നെ അത് ചെയ്യാൻ കഴിയില്ലല്ലോ. കുറച്ച് നല്ല മനസ്സുകളുടെ സഹായത്തോടെ ഒരു കുഞ്ഞു കട വീടിനോട് ചേർന്ന് വെച്ചു. അതുകൊണ്ട് അച്ഛനും മരുന്നും വീട്ടിലെ ചെലവും നടക്കില്ല. അവൾ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അടുത്തുള്ളൊരു ചേച്ചിയാണ് നഗരത്തിലെ ഒരു പ്രമുഖ ടെക്സ്റ്റൈൽസിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞത്. അവർ തന്നെയാണ് അവിടെ കൊണ്ടുപോയതും ജോലി വാങ്ങിക്കൊടുത്തതും. കുറച്ച് ദിവസം നല്ലതായി കടന്നുപോയി. കിട്ടുന്ന ശമ്പളം അവർ അച്ഛൻ്റെ മരുന്നിനും മറ്റുമായി എടുത്തിട്ട് കുറച്ച് പൈസ ബാങ്കിൽ നിക്ഷേപിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് പുതിയ MD ചാർജ് എടുത്തത്. അവിടെയുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും കാണാൻ സുന്ദരി അവളായിരുന്നു. ഒരു ദിവസം അവളെ അയാൾ ക്യാബിനിൽ വിളിച്ചു. പേടിയോടെയാണെങ്കിൽ അവൾ പോയി. അനുവാദം ചോദിച്ച് അകത്ത് കയറിയപ്പോൾ അവൻ്റെ നോട്ടം തൻ്റെ ശരീരം കൊത്തിപ്പറിക്കും വിധമാണെന്ന് അവൾക്ക് തോന്നി. അവൾ നിലത്ത് മിഴിയൂന്നി നിന്നു. ഒന്ന് നോക്കടോ. എന്താ സാർ? തന്നെ ഒന്ന് പരിചയപ്പെടാൻ വിളിച്ചാ. എന്താ പേര്? സത്യ. നൈസ് നെയിം. താങ്ക്സ് സർ. വീട്ടിൽ വലിയ കഷ്ടപ്പാടാണല്ലേ? മാനേജർ പറയുന്നത് കേട്ടു. ഇവിടുത്തെ ശമ്പളമൊന്നും ആവുന്നുണ്ടാവില്ല അല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പഠിക്കണ്ട. പണമൊന്നും എനിക്ക് വിഷയമല്ല. സർ, ഇവിടെ ഞാൻ ജോലി ചെയ്ത് വാങ്ങുന്ന ശമ്പളത്തിൽ തൃപ്തിയാണ്. കൂടുതലൊന്നും വേണ്ടി വരില്ല. ആഹാ, കാണാൻ സുന്ദരി. ശബ്ദത്തിനും ഐ ലൈക്ക് യുവർ ലിപ്സ്, സോ ക്യൂട്ട്. അവൻ്റെ വഷളം സംസാരം അവളെ അസ്വസ്ഥയാക്കി. സർ പ്ലീസ്, ഞാൻ മിണ്ടാതിരിക്കുന്നതിൻ്റെ കഴിവേടായി കാണരുത്. ഒരു പെണ്ണാണ് എല്ലാം സഹിക്കുന്ന സാറിന് തോന്നിയെങ്കിൽ തെറ്റി. ഇന്നിൻ്റെ പെണ്ണായി ജീവിക്കാൻ എനിക്കിഷ്ടം. ഇനിയും സാർ ഈ സംസാരം തുറന്നാൽ ചിലപ്പോൾ സാറിൻ്റെ ഇമേജ് തകർന്നു പോകും. അവളുടെ ശബ്ദമുയർന്നു. വേണ്ട സാർ, നിങ്ങൾ എനിക്ക് നേരെ ശബ്ദം ഉയർത്തണ്ട. നിന്നെപ്പോലെ കുറേ എണ്ണത്തിനെ കണ്ടതാ ഞാൻ. എത്ര ദൂരം പോകുമെന്ന് കണ്ടറിയാം. അത് നിങ്ങളുടെ വെറും തോന്നലാണ്. നിങ്ങളുടെ തൊലിവെളുപ്പും പണവും കണ്ട് നിങ്ങൾ വിളിച്ചാലോളം ബെഡിലേക്ക് വീഴുന്ന പെണ്ണുകളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ പെണ്ണിനെ കണ്ടിട്ടില്ല. തൊട്ടാൽ പൊള്ളുന്ന തീയാവാൻ എനിക്കിഷ്ടം. നിങ്ങളെപ്പോലുള്ളവർ ആ തീയിൽ ചുട്ടിരിക്കണം. നിർത്തടി. നീ ഇത് എങ്ങോട്ടാ കയറി പോകുന്നേ? നിന്റെ ചുണ്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോഴിങ്ങനെ തിളക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഞാനൊന്ന് വർണ്ണിച്ചാലോ? തന്നെ സാറേന്ന് വിളിച്ച എന്റെ മര്യാദ. നീ എന്ത് വർണ്ണിക്കുന്ന? എന്റെ മാർഗത്തെ കുറിച്ചോ അതോ മറ്റു പലതോ? വർണ്ണിച്ചു നോക്ക്. വായ തുറക്കുമ്പോൾ നിന്റെ പല്ല് താഴെ വീണിരിക്കും. സത്യ പറയുന്നേ. അവളുടെ വാക്കുകൾ അവന്റെ വായടപ്പിച്ചു. അവളുടെ നോട്ട് അവന് നേരിടാൻ ബുദ്ധിമുട്ട് തോന്നി. ഡോ, ഞാൻ പോവാ. ഇനിയിവിടെ ഞാൻ ജോലിയില്ല. പോകുമ്പോൾ ഒരു സമ്മാനം തരാനുണ്ട്. അവളവന് മാറാൻ പോലും അവസരം കൊടുക്കാതെ കവിളിൽ ആഞ്ഞടിച്ചു. ഗ്ലാസ് ക്യാബിനായതിനാൽ എല്ലാവരും കണ്ടു. അപമാനം കൊണ്ട് അവന്റെ രക്തം തിളച്ചു. അവൾക്ക് നേരെ അവൻ അലറിയെടുത്തു. അവൾ അവന് നേരെ വിരൽ ചൂണ്ടി. അവൻ തറഞ്ഞു നിന്നുപോയി. അവൾ പുറത്തേക്ക് പോയി. അവൻ മുഷ്ടിയുരുട്ടി ടേബിളിൽ ആഞ്ഞടിച്ചു. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് തനിക്ക് നേരെ ശബ്ദമുയർത്തി സംസാരിച്ചതും തല്ലിയതും. അവളെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇനി അവൾ എനിക്കായിട്ട് കിടക്കി വിരിക്കും. അവൻ മനസ്സിൽ പറഞ്ഞ് ഫോൺ എടുത്തു. അവന്റെ ആൾക്കാരെ വിളിച്ച് പലതും പറഞ്ഞേൽപ്പിച്ചു. അവൾ നേരെ പോയി തന്റെ ബാഗ് എടുത്ത് ഇറങ്ങാൻ തുടങ്ങി. സത്യ, നീ നേരത്തെ എങ്ങോട്ടാ പോകുന്നേ? അശ്വതി ചോദിച്ചു. അത് മില്ല സാർ വിളിച്ച് സംസാരിച്ച് കണ്ടാൽ മനസ്സിലാവില്ലേ? അർത്ഥം വെച്ചൊരു ചിരിയോടെ മീര പറഞ്ഞു. അപ്പോൾ സത്യ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ രേവതി ഇടയ്ക്ക് കയറി. മീരേച്ചി, നിങ്ങൾ രണ്ടാളും സ്റ്റോർ റൂമിൽ പോയപ്പോൾ ഇവിടെ പലതും നടന്നു. നിങ്ങളിവിടെ വിളിക്കുന്ന മാത്രമേ കണ്ടുള്ളൂ. അതിനുള്ളിൽ നടന്ന് ഞങ്ങൾക്കും അറിയില്ല. പക്ഷെ മില സാറിന്റെ കണ്ണം വെച്ചൊന്ന് കൊടുത്തിട്ട് അവൾ വന്നേ. അത് പറയുമ്പോൾ രേവതിയുടെ കണ്ണുകളിൽ തിളക്കം സത്യ കണ്ടു. അശ്വതിയും മീരയും പരസ്പരം നോക്കി. സാറിനെ ഉറപ്പിച്ചിരുന്ന് എനിക്ക് നാളെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ സത്യ? അറിയില്ല മീരേച്ചി. അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ. എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ. പേടിച്ച് നാട് വിട്ട് ഓടില്ല ഞാൻ. പിന്നെ മീരേച്ചി നേരത്തെ പറഞ്ഞില്ലേ അർത്ഥം വെച്ചുള്ള ആ വാക്ക്? ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. രേവതി ചേച്ചി, ഞാൻ പോകുന്നു. അവൾ മാനേജരോട് പറഞ്ഞിറങ്ങി. അയാൾക്ക് നിസ്സഹായനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. സത്യ ഓരോന്നാലോചിച്ച് നടന്നു. വീട്ടിലെ കഷ്ടപ്പാട് മാറ്റാനാണ് ഒരു ജോലിക്ക് ഇറങ്ങിയത്. അവിടെയും ദുരന്തം വേട്ടയാടുന്നു. എന്തൊരു ജീവിതം. അപ്പോഴാണ് ഒരു വാൻ വന്ന് അവൾക്ക് മുമ്പിൽ നിന്നത്. 4 ചെറുപ്പക്കാരാണ്. 2 മുന്നിലും 2 ബാക്കിലും ആയിട്ട് ഇരിക്കുന്നു. അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പിന്നിൽ നിന്ന് 2 പേരിറങ്ങി സത്യയെ വലിച്ചഴച്ച് വണ്ടിയിൽ കയറ്റി. അവൾ കഴിയുന്നത്ര കുതിരിമാറാൻ ശ്രമിച്ചു. ബലിഷ്ടമായ അവരുടെ കൈകൾക്കുള്ളിൽ അവൾ കുഴഞ്ഞുകൊണ്ടേയിരുന്നു.
തുണിയിൽ മുക്കിയ ക്ലോറോഫോം അവളുടെ മൂക്കിലേക്ക് പിടിപ്പിച്ചു. അവളുടെ കൈകളുടെ ബലം കുറഞ്ഞ് കുഴഞ്ഞു വീണു. കൈയും കാലും വേദന സഹിക്കാൻ കഴിയാതെ അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു കട്ടിൽ താൻ കിടക്കുന്നു. കൈകാലുകൾ കട്ടിലിന് ഇരുവശമായി മുറുക്കി കെട്ടിയിരിക്കുന്നു. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. അന്നേരം അവൾക്ക് മുന്നിൽ നിന്ന് മിലിനെ കണ്ടവളുടെ നിയന്ത്രണം വിട്ട് അവൾ വിളിച്ചു കൂവി. നീ എത്ര വിളിച്ചാലും ഒച്ച പുറത്തു പോയില്ല മോളെ. ചുറ്റിനും കാടാ. ഇവിടെ ഇന്ന് നീ എനിക്കായിട്ട് വിധിക്കപ്പെട്ടവളും. അവൻ ചിരിച്ചു. എന്നെ വിടൂ, ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. നിന്നെ എനിക്ക് വേണം പെണ്ണേ. നിന്നെ വർണ്ണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ. ഞാൻ നിന്നെ വർണ്ണിച്ചുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും സ്വന്തമാക്കും. പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. ഇല്ല, ഒന്നും ചെയ്യില്ല. നിന്നെ എനിക്കൊന്ന് ഓമനിക്കണം. അതിനുള്ള തടസ്സം മാറ്റാൻ പോവാ ഞാൻ. അവനോട് ചുരിദാറിൽ കൈവച്ചു. എതിർക്കാൻ കഴിയാത്ത വിധം അവൾ ബന്ധിക്കപ്പെട്ടിരുന്നു. എനിക്ക് വേണമെങ്കിൽ നിനക്ക് ബോധമില്ലായിരുന്നപ്പോൾ എൻ്റെ ആഗ്രഹം നിറവേറ്റായിരുന്നു. ഞാനതിന് മുതിരാത്തത് ബോധമില്ലാത്ത നിന്നെ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് നീ പറയുന്ന കേൾക്കാതിരിക്കാനാ. അവനോട് വസ്ത്രങ്ങൾ വലിച്ചു പറിച്ചു. കാമവരി പൂണ്ട നികൃഷ്ട ജന്മം അവളിലേക്ക് അമർന്നു. എതിർപ്പുകൾ പലവിധത്തിൽ അവൾ കാണിച്ചു. അവന് നേരെ കാർക്കിച്ച് തുപ്പി. അവളുടെ കവിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവൻ അവളുടെ ഷാളെടുത്ത് വായിലേക്ക് തിരികെ കയറ്റി. അവന്റെ ദന്തങ്ങൾ അവളുടെ മാറിടത്തിൽ ചോര പൊടിയിച്ചു. ചുണ്ടുകൾ പൊട്ടി. അണിവരിൽ നഖപ്പാടുകൾ കൊണ്ടവൻ പോറി. വേദന അസഹനീയമായി അവൾക്ക്. ഒടുവിൽ അവൻ അവളുടെ കന്യകാത്വം കവർന്നു. വീണ്ടും അവൻ മദ്യത്തിൽ അഭയം തേടി. അവൻ സിഗരറ്റ് എടുത്ത് തീ കൊളുത്തി. പുകകളിലേക്ക് ആഞ്ഞു വലിച്ച ശേഷം അവളുടെ മുഖത്തിന് നേരെ ഊതി. അവൾ തലവെട്ടിച്ചു. ആ കത്തിക്കൊണ്ടിരുന്ന സിഗരറ്റ് കൊള്ളി വെച്ചവൻ അവളുടെ വയറിലും തുടയിലും പൊള്ളിച്ചു. വേദന കൊണ്ട് പുളയുന്ന അവളെ നോക്കി ഭ്രാന്തമായി അവൻ ചിരിച്ചു. അവളുടെ കരച്ചിൽ പോലും അവന് ഹരമായി തോന്നി. ആ രാത്രി പലതവണ അവൻ അവളെ ചൂഷണം ചെയ്തു. ഒടുവിൽ ചലനമില്ലാതെ കിടന്ന അവളെ റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചു മടങ്ങി. മകളെ കാണാതെ അവൾക്ക് വേണ്ടി മനമൊരുകിയിരുന്ന അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലം അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. മാസങ്ങളോളം ആശുപത്രിവാസം, കേസ്, കോടതിയൊക്കെയായി കടന്നുപോയി. വിധി നാളെയാണ്. അവൾ ഓരോന്ന് ആലോചിച്ചിരുന്നു. മോളെ, ഈ കഞ്ഞി കുടിക്ക്. വേണ്ട അച്ഛാ, വിശപ്പില്ല. നാളെ അവൻ പുല്ലുപോലെ ഇറങ്ങി വരുമല്ലേ അച്ഛാ? അറിയില്ല കുഞ്ഞേ. എന്നാൽ എനിക്കെല്ലാം അറിയാം. ഞാൻ കിടക്കുന്നു. എനിക്കൊന്നും വേണ്ട. അച്ഛൻ കഴിച്ചു. നീ കഴിക്കാതെ അച്ഛൻ ഇറങ്ങുമോ മോളെ? അവളൊന്നും മിണ്ടിയില്ല. എന്തോ നിശ്ചയിച്ച് ഉറപ്പിച്ച പോലെയായിരുന്നു അവളുടെ ഭാവം. അത് അച്ഛനിൽ ഭയമുളവാക്കി. പിറ്റേന്ന് കോടതി അവനെ വെറുതെ വിട്ടു. തെളിവുകളില്ലത്രേ. ജീവിച്ചിരിക്കുന്ന അവളൊരു തെളിവല്ല. പണം കൊടുത്ത് എല്ലാവരെയും സ്വാധീനിച്ച് വിധി മാറ്റി. അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരേ ഒരു മകളും അവന്റെ ആൾക്കാരുടെ കസ്റ്റഡിയിലായിരുന്നു ഈ സമയം. വിധി വന്നയുടൻ അവരെ മോചിപ്പിച്ചു. കോടതിക്ക് പുറത്തു വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് കൂട്ടുകാർ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അന്നുവരെ മുഖം മറച്ച് കോടതിയിൽ നിന്നിറങ്ങിപ്പോയിരുന്ന സത്യ അന്ന് ആദ്യമായി മുഖം മറക്കാതെ മുന്നിലേക്ക് വന്നു. മാധ്യമങ്ങൾ അവളുടെ മുഖം ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ്. അവൾ അവന്റെ അടുത്തേക്ക് വന്ന് പുച്ഛത്തോടെ നോക്കി. ശേഷം മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞു. മാധ്യമ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറെ മാസങ്ങളായില്ലേ ഇര എന്ന് വിളിച്ച് എന്റെ വാർത്തകൾ കാണിക്കുന്നു. ഇന്നത്തെ കോടതി വിധി എനിക്ക് അനുകൂലമല്ല. ഇരുട്ടിന്റെ മറവിൽ എന്നെ പിച്ച് ചീന്തി ഇവന് ശിക്ഷയില്ല. ഇവന്റെ കാമവരിൽ പൊലിഞ്ഞു പോയ ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി ആ കർമ്മം ഞാൻ ചെയ്യുകയാണ്. കൊടുത്തിരുന്ന സാരിയുടെ ഇടുപ്പിൽ നിന്ന് അവൾ കത്തി വലിച്ചു. ഒരു നിമിഷ നേരം കൊണ്ട് ആ കത്തി അവന്റെ ചങ്ക് തുളച്ച് മറുവശം തേടി. ആളുകൾ നിശ്ചലമായി. ആരും പ്രതീക്ഷിക്കാത്ത ആക്രമണമായിരുന്നു സത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവൾ വീണ്ടും വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് കത്തി ആഞ്ഞുകുത്തി. അച്ഛൻ അവളെ പിടിച്ചു മാറ്റി. അയാളുടെ കയ്യിൽ നിന്ന് അവൾ കുതിരിക്കൊണ്ടിരുന്നു. പെണ്ണിന്റെ ചൂരും ചൂടറിയുന്നവന് ഹരമല്ലേ? ഇനി ഒരു പെണ്ണ് ഇവന് ഇരയാവണ്ട. അതിന് നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. ഇതിലെനിക്കൊരു കുറ്റബോധവും ഇല്ല. പോലീസ് കൈകളിൽ വിലങ്ങണിയിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ പുൻസിരി വിരിഞ്ഞു നിന്നു. മാധ്യമങ്ങൾ ആ അച്ഛന് നേരെ തിരിഞ്ഞു. മകളുടെ ഈ പ്രവൃത്തിയെ ഒരച്ഛനെന്ന നിലയിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയിൽ എന്റെ മകളെ ഓർത്ത് എനിക്കെന്നും അഭിമാനം മാത്രമേ ഉള്ളൂ. അവള് കൂടെയില്ലാത്ത ഒരു നിമിഷം പോലും കഴിയാത്ത ഞാൻ. അച്ഛന്റെ തൊണ്ടയിടറി. അവൾ തലയുയർത്തി തന്നെ നടന്നു എന്ന് വണ്ടിയിൽ കയറി. മകളെ തിരിച്ചുവരവിനായി ആ അച്ഛൻ കാത്തിരുന്നു.